Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ ക്ലാസ്. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CUET PG 2023 അനലിറ്റിക്കൽ സ്കിൽസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സീരീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആസ് പെർ ദ ഗിവൺ സീരീസ് 9, 15, 23, 33, 45, 59. ഓക്കെ, അപ്പൊ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 9, 15, 23, 33, 45, 59. അങ്ങനെയാണെങ്കിൽ ഒബ്സർവ് ദ സീരീസ് 16 A, B, C, D, E and by establishing the same relation find what will come in the place of D. അപ്പൊ നമ്മളോട് പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. ഫസ്റ്റത്തെ ഈ ഒരു സീരീസ് ഞാൻ റീറൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സീരീസ് നോക്കാം. ഓക്കെ, അതേ രീതിയിൽ ഇവിടെ ഫസ്റ്റ് 9 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ 16 വെച്ചിട്ട് ഈ ഒരു സെയിം റിലേഷൻ ഇവിടെ എങ്ങനെയാണോ ഫസ്റ്റ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈമിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു സെയിം റിലേഷൻ നമ്മൾ എന്ത് ചെയ്യാണ് 16ലോട്ട് അപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക ABCD, അതായത് ABCD ഈ ഒരു ടേം ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കാണേണ്ടത് എന്താണ്, ഫസ്റ്റ് സീരീസിൽ എങ്ങനെയാണ് ആ ഒരു സീരീസിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ഏതൊരു റൂൾ ബേസ് ചെയ്തിട്ടാണ് അവർ അടുത്തൊരു ടേമിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പൊ നോക്കാം, ഫസ്റ്റ് 9 വന്നു. ഇപ്പോ 9 + 6 ആണ് എന്ത് 15 വരുന്നത് അല്ലെ. 15 + 8 ആണ് 23, 23 + 10 ആണ്. നെക്സ്റ്റ് 12 വന്നു, നെക്സ്റ്റ് 14 വന്നു അല്ലെ. ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് പോവാണ്. ആ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് 16 + 6 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 22 വരും. ഓക്കെ, എന്റെ സ്ഥാനത്ത് 22 വരും. നെക്സ്റ്റ് 8 ആഡ് ചെയ്യുമ്പോൾ 30 വരും. നെക്സ്റ്റ് 40 വരും. നെക്സ്റ്റ് 52 വരും. ഓക്കെ, അപ്പൊ നമ്മൾ ABCD 52 ആണ് നമ്മൾ ആൻസർ വരിക. പക്ഷെ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് 52 ഇല്ല. ഓക്കെ, 52 ഉണ്ടോ? ഇല്ല. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കണം എന്താണ്, ആ ഒരു രീതിയിലല്ല ഇവിടെ റിലേഷൻ എടുത്തിട്ടുള്ളത്. ഈവൻ നമ്മൾ സീരീസ് ആ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻ അല്ല എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള റിലേഷൻ ഒന്ന് നോക്കാം. ഇവിടെ 9 എന്ന് പറയുന്നത് എന്താണ് 3² ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 15ലേക്ക് വന്നപ്പോ എന്തായി 4² - 1 ആയി. ഓക്കെ ആണല്ലോ, അതായത് 16 - 1. നെക്സ്റ്റ് 23ലേക്ക് എങ്ങനെ വന്നത് 5² - 2. ഓക്കെ, നെക്സ്റ്റ് 6² - 3. നെക്സ്റ്റ് 7² - 4. നെക്സ്റ്റ് 8² - 5. ഈ ഒരു രീതിയിലാണ് അവിടെ മെയിൻ ആയിട്ട് ആ ഒരു സീരീസ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം 16 വന്നു, ദാറ്റ് മീൻസ് 4² ആണ് അല്ലെ. 4² ആണ്. അടുത്ത ടേം എന്ത് വരും 5² - 1, അതായത് 24 വരും. നെക്സ്റ്റ് 6² - 2 വരും, അതായത് 34 വരും. നെക്സ്റ്റ് എന്താ വരിക 7² - 3 ആണ്. 7² 49, 49 - 3 46 വരും. നെക്സ്റ്റ് എങ്ങനെ വരിക 8² - 4 വരും, അതായത് 60 വരും അല്ലെ. ഡിന്റെ അവിടെ ABCD ഡിന്റെ അവിടെ 60 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. ഇൻ ദ ഫോളോയിങ് ഫിഗർ ഫൈൻഡ് ദി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ്. അപ്പൊ ഈ ഒരു ഫിഗറിൽ തന്നിരിക്കുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസും അതുപോലെ തന്നെ സ്ക്വയേഴ്സും ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ എക്സാക്ട് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ ഓപ്ഷനിൽ ആയിരിക്കുള്ളത് 12, 27, 32 അതുപോലെ തന്നെ 44. ഇങ്ങനെ 4 എണ്ണമാണ് ട്രയാങ്കിൾസിന്റെ എണ്ണം കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇവിടെ നോക്കാം 1, 2, 3, 4. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ് ഒരു സൈഡിൽ മാത്രം മാർക്ക് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കള്ളിയിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയറിൽ മാത്രം 4 ട്രയാങ്കിൾസ് ഇൻഡിവിജ്വൽ ആയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഈ ഒരു സ്മോൾ ട്രയാങ്കിൾസ് എത്ര ഉണ്ടാവും 4 × 4, ദാറ്റ് മീൻസ് 16. ഓരോന്നിലും ഇതേപോലെ 4 ട്രയാങ്കിൾ ഇല്ലടോ. ഓരോന്നിലും 4 × 4 എന്ന് പറയുമ്പോൾ ഓരോന്നിലും 4 വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 16 സ്മോൾ ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി നോക്കിക്കോ 1 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ എടുത്തൂടെ 1 + 2. അതുപോലെ തന്നെ 2 + 3 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്തൂടെ. ഓക്കെ, നെക്സ്റ്റ് 3 + 4 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്തൂടെ. ഓക്കെ, നെക്സ്റ്റ് 4 + 1 അല്ലെങ്കിൽ 1 + 4 എന്ന് പറയുന്ന അടുത്തൊരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്തൂടെ. അങ്ങനെ ആ ഒരു ചെറിയ കളിന്റെ ഉള്ളിൽ മാത്രം വീണ്ടും ഒരു 4 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ ആ ചെറുതിൽ മാത്രം 4 എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര ഉണ്ടാവും? ടോട്ടൽ 4 × 4, ദാറ്റ് മീൻസ് 16 ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ 16 + 16 32 അങ്ങനെ തന്നെ വന്നു. ഓക്കെ, അത് മാത്രം നോക്കുമ്പോൾ തന്നെ എന്ത് വന്നു 32 വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി ജസ്റ്റ് നോക്കിക്കോ, ഈ ഒരു രീതിയിൽ ഒരു ട്രയാങ്കിൾ വരാലോ. 1 ഈ ഒരു രീതിയിൽ വരാം, ഈ ഒരു രീതിയിൽ വരാം, ഈ ഒരു രീതിയിൽ വരാം. അതായത് എന്തായാലും 32നേക്കാളും മുകളിൽ ഇനിയും ട്രയാങ്കിൾസ് ഇഷ്ടം പോലെ വരാനുണ്ട് അല്ലെ. നമ്മൾ കുറച്ച് പോസിബിലിറ്റീസ് എടുത്തിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് 32 കിട്ടി. ഇനിയും ഒരുപാട് ട്രയാങ്കിൾസ് നമുക്ക് എന്ത് ചെയ്യാണ്ട് അവിടെ കൺസിഡർ ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും 32ന്റെ മുകളിലായിരിക്കുമല്ലോ ട്രയാങ്കിളിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ആ രീതിയിൽ വരുന്ന ഏതാണ് ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ.
ഓക്കെ ആണല്ലോ, ആ രീതിയിൽ നമുക്കത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സ്ക്വയേഴ്സിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ അവിടെ 10 ആണെന്നാ പറയുന്നത്. 10 എങ്ങനെ വന്നതെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഈ ഒരു സ്ക്വയർ 1, ഓക്കെ, അതേപോലത്തെ 4 സ്ക്വയർ വരുന്നുണ്ടല്ലോ, അപ്പൊ അത് 4 എണ്ണം ആയിട്ടോ. ഓക്കെ, ഇനി ഈ വലിയ സ്ക്വയർ 1, ഈ ഒരു വലിയ സ്ക്വയർ നോക്കുന്ന സമയത്ത് അത് 1, അപ്പൊ 4 + 1. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, ഇതൊരു സ്ക്വയർ ആണല്ലോ. ഓക്കെ, അവിടെ വീണ്ടും 1 വന്നു. ഇനി നോക്കാം, ഈ ഒരു സ്മോള് ഇതൊന്ന്, അങ്ങനെയും ഒരു 4 എണ്ണം വന്നു. അപ്പൊ ടോട്ടല് 10 സ്ക്വയേഴ്സ്. ആ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓപ്ഷൻ 1 ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ നീങ്ങാണ്. ഐഡന്റിഫൈ ദ വാട്ടർ ഇമേജ് ഓഫ് ദ കോമ്പിനേഷൻ. ഇപ്പോ തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ വാട്ടർ ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യും, അവിടെ അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ചേഞ്ച് ആണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഇവിടെ 9 ഉള്ളത് എങ്ങനെയായി മാറും, 9 ഇങ്ങനെയായിട്ട് മാറും അല്ലെ. 9 ഇങ്ങനെ ഉണ്ടായിരുന്ന 9 അതിന്റെ അപ്സൈഡ് ഡൗൺ ആവുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിട്ട് 9 മാറും. ഓക്കെ, ആ രീതിയിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 മാത്രമേ അവിടെ വരുന്നുള്ളൂ ആ രീതിയിൽ അല്ലെ. ഓപ്ഷൻ 4 എന്ന് പറയുന്നത് നോർമൽ 6 പോലെയാണ് വരുന്നത്. ആ രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, 9 വരൂല. ഓക്കെ, അത് മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ആ 6 മാത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, അവിടെ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി റിലേറ്റഡ് നമ്പർ ഫ്രം ദി ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. അപ്പൊ നോക്കാം, d into h അവിടെ കൊടുത്തിട്ടുള്ളത് 4 into 8 ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ ഡിന്റെ ന്യൂമറിക്കൽ വാല്യൂ 4 ആണ്, എച്ചിന്റെ ന്യൂമറിക്കൽ വാല്യൂ 8 ആണ്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ m into q എന്തായിരിക്കും, m ന്റെ ന്യൂമറിക്കൽ വാല്യൂ 13 ആണ്, 13 into q ന്റെ ന്യൂമറിക്കൽ വാല്യൂ 17 ആണ്. 13 into 17 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫിഗർ എക്സ് ഈസ് എംബഡഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ്. താഴെ തന്നിരിക്കുന്ന ഏത് ഓൾട്ടർനേറ്റീവിലാണ് ഈ ഒരു ഫിഗർ എക്സ് എംബഡഡ് ആയിട്ടുള്ളത്? അതായത് ഈ ഒരു ഫിഗർ അതേ രൂപത്തിൽ ഒളിഞ്ഞു മറിഞ്ഞൊക്കെ എടുക്കാം. അപ്പൊ ഏത് ഓപ്ഷനിലാണ് ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓപ്ഷൻ 2ലാണ് അതുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസിലൊന്നും അതെന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ ഫിഗർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ആ ഒരു ഫിഗർ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫിഗർ വെൻ ഡയഗ്രാം വരുന്ന രീതിയിൽ ഇതിൽ ഏതൊക്കെ റിലേഷൻ വരാന്നുള്ളതാണ്. അപ്പോ ഫസ്റ്റത്തെ പറയുന്നത് ജഡ്ജ്, തീഫ്, ക്രിമിനൽ ആണ്. എന്തായാലും ആ ഒരു രീതിയിൽ നമുക്ക് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, രണ്ടാമത് നോക്കാം, വെജിറ്റബിൾ, പൊട്ടാറ്റോ, കാബേജ്. അപ്പൊ വെജിറ്റബിൾ എന്നുള്ള ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ അതിൽ എന്ത് വരും, പൊട്ടാറ്റോയും അതുപോലെ തന്നെ കാബേജ് വരും. അതുകൊണ്ട് തന്നെ ബി ഓപ്ഷൻ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഫേർണിച്ചർ, അതിൽ ടേബിൾ ഉണ്ടാവും, ചെയർ ഉണ്ടാവും. ഓക്കെ, നമുക്ക് സിയും അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരു ഫാമിലി ആവുമ്പോൾ അതിൽ ഹസ്ബൻഡ് ഉണ്ടാവും, വൈഫ് ഉണ്ടാവും. അതും നമുക്ക് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇയർ, വീക്ക്, ഡേ ആണെന്നുള്ളതാണ്. അപ്പൊ ഒരു ഇയറിൽ വീക്കുകൾ ഉണ്ടാവും, ആ വീക്കിലെ ഡേയ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലാണ് വരിക. അതായത് വീക്കും ഡേയും തമ്മിൽ എന്തുണ്ട്, തീർച്ചയായിട്ടും അവിടെ റിലേഷൻസ് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി നമ്മൾ ആൻസർ ആയിട്ട് വരിക ബി, സി, ഡി ഓൺലി എന്നുള്ളത് ആയിരിക്കും. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ ഫോളോയിങ് ഫിഗർ. താഴെ തന്നിരിക്കുന്ന ഫിഗറിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ചോദിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് നമ്പർ ചെയ്യാണ്. 1 2 3 4 5. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, 5 ട്രയാങ്കിൾസ്. ഓരോ കുഞ്ഞു ട്രയാങ്കിൾസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് 5 ട്രയാങ്കിൾസ് ഉണ്ട്. പ്ലസ് ആ ഒരു വലിയ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അത് നോക്കുമ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കൂടി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ എടുക്കുകയാണ് 1 + 2 ഒരു ട്രയാങ്കിൾ ആക്കി എനിക്ക് കൺസിഡർ ചെയ്യാലോ, തീർച്ചയായിട്ടും എനിക്ക് കഴിയും. നെക്സ്റ്റ് 2 + 3 അടുത്തൊരു ട്രയാങ്കിൾ ആക്കിയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. 1 + 5 എനിക്കൊരു ട്രയാങ്കിൾ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നെക്സ്റ്റ് 5 + 4 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ എത്ര ട്രയാങ്കിൾ ആയി, ഇവിടെ 5 + 1 6 ആയി, ഇവിടെ 4 ട്രയാങ്കിളും. ദാറ്റ് മീൻസ് 10 ട്രയാങ്കിൾ ആയി. ഇനി നെക്സ്റ്റ് നോക്കിക്കോ, 2 + 3 + 4 അതായത് ഈ സൈഡ് ട്രയാങ്കിൾ. ഈ സൈഡ് നമ്മൾ ഓൾറെഡി എടുത്തു, 1 + 5 നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഈ സൈഡ് നമ്മൾ എടുത്തിട്ടില്ല, 3 കൂടി ആഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ 2 + 3 + 4 ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇത് 3 കൂടി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി കൂടെ, അതായത് 3 + 4 + 5. ഇത്രയും ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ നിന്ന് പോസിബിൾ ആണ്. ഇവിടെ ഓൾറെഡി എത്രയായി, 5 6 10 ആയി. അതിലേക്ക് 2 ട്രയാങ്കിൾ കൂടി ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് 12 ട്രയാങ്കിൾ നമുക്ക് എന്താണ് ഇവിടെ പോസിബിൾ ആയിട്ട് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ ലെറ്റർ ഫ്രം ദീസ് മെട്രിസസ് ക്യാൻ ബി റെപ്രസെന്റഡ് ഫസ്റ്റ് ബൈ ഇറ്റ്സ് റോ ആൻഡ് ദെൻ ദി കോളം നമ്പർ. അപ്പൊ ഫസ്റ്റ് റോ നമ്പർ നോക്കുക, അതുപോലെ തന്നെ നെക്സ്റ്റ് കോളം നമ്പർ നോക്കുക. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഐഡന്റിഫൈ ദി കറക്റ്റ് സെറ്റ് ഓഫ് ദി വേർഡ് സോപ്പ്. സോപ്പ് എന്നുള്ള വേർഡിന്റെ കറക്റ്റ് സെറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് ട്രൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് 0 1 നോക്കാം. അപ്പൊ 0 1 നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യാം, റോ 0 ആണ്. റോ 0 നോക്കുന്ന സമയത്ത് ഇതാണ് റോ 0 വരിക 1. ഇപ്പൊ റോ 0 1 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് O ആണ് വരുന്നത്, O ആണ്. പക്ഷെ നമുക്ക് ഇവിടെ S ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്തല്ല നമ്മുടെ ആൻസർ ആയിട്ട് വരൂല. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 22 അല്ലെങ്കിൽ 2 എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ വേണ്ടി പറ്റും. ആ റോയും 2 അതുപോലെ തന്നെ കോളവും 2, അതായത് റോയും 2 കോളവും 2. അപ്പൊ അതിൽ S തന്നെയാണ് കറക്റ്റ് വരുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു ഫസ്റ്റത്തെ കറക്റ്റ് ആയി വരുന്നുണ്ട്. നെക്സ്റ്റ് 1 3 എന്നുള്ളത് നോക്കാം. ഇവിടെ 1 ഇവിടെ 3.
ദാറ്റ് മീൻസ് ON ആണ് വരുന്നത്. അപ്പൊ അതും കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് 5 9 നോക്കാം. 5 9 ഈ ഒരു രണ്ടാമത്തെ ഒരു മെട്രിക്സിലാണ് 5 9 വരുന്നത്. അപ്പോ 5 9 ഓക്കെ 5 9 നോക്കുന്ന സമയത്ത് അവിടെ നോക്കാം 5 9 താഴെയായിട്ട് P ആണ് വരുന്നത്. പക്ഷെ നമുക്ക് A ആണ് വരേണ്ടത് അല്ലെ. അപ്പോ ഈ ഒരു ഓപ്ഷനും എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരൂല. ഈ ഒരു ഓപ്ഷനും നമ്മുടെ ആൻസർ ആയിട്ട് വരൂല. അതും എന്താണ് റോങ് ആണ്. നെക്സ്റ്റ് നോക്കാം 2 2 ഓക്കെ 2 2 നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞതാണ്. S തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് 2 0 2 0 2 0 O ആണ് വരുന്നത്. ദാറ്റ് മീൻസ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് 9 7 9 7 P ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ റൈറ്റ് ആൻസർ അല്ല. ലാസ്റ്റത്തെ ആയിരിക്കണം നമ്മുടെ റൈറ്റ് ആൻസർ. കാരണം ബാക്കിയുള്ള ഓപ്ഷൻ ഒക്കെ തെറ്റിയ സ്ഥിതിക്ക് അതായിരിക്കണം ലാസ്റ്റത്തെ ആയിരിക്കണം നമ്മുടെ ആൻസർ. അപ്പൊ നമ്മൾ ഓൾറെഡി 2 2 നോക്കി കഴിഞ്ഞു അല്ല 2 0 നോക്കി കഴിഞ്ഞു. രണ്ടും നമ്മളത് കറക്റ്റ് ആണ്. ഇനി 8 6 നമ്മൾ നോക്കണം. 8 6 ഓക്കെ A ആണ് വരുന്നത്. ദാറ്റ് മീൻസ് കറക്റ്റ് ആണ്. ഓക്കെ നെക്സ്റ്റ് 8 5 നോക്കാം. 8 5 ഓക്കെ P ആണ് വരുന്നത്. ആ രീതിയിൽ അതും എന്താണ് കറക്റ്റ് ആണ്. സോപ്പ് കറക്റ്റ് ആക്കിയിട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് എന്ത് ചെയ്യാണ് നമ്മൾ മൂവ് ചെയ്യാണ്. മിലിന്ദ് സെഡ് ടു മോനു. മിലിന്ദ് എന്ത് ചെയ്യാണ് മോനുവിനോട് പറയാണ്. എന്താ പറയുന്നത്? ദാറ്റ് ബോയ് പ്ലേയിങ് ഇസ് ദ യങ്ങർ ഓഫ് 2 ബ്രദേഴ്സ് ഓഫ് ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. അപ്പൊ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ മൈ ഫാദേഴ്സ് വൈഫ്. മൈ ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? തീർച്ചയായിട്ടും മദർ ആണ് അല്ലെ. എന്റെ അച്ഛന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആരാണ്? എന്റെ മദർ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. മിലിന്ദാണ് പറയുന്നത് അല്ലെ. മിലിന്ദിന്റെ ഫാദറിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മിലിന്ദിന്റെ ഫാദർ മിലിന്ദ്സ് ഫാദർ okay Milin's father. So that boy playing is the younger of 2 brothers of daughter of my father's wife. അപ്പൊ മിലിന്ദിന്റെ സിസ്റ്റർ ആണ്. ആ ഡോട്ടർ എന്ന് പറയുന്നത് മിലിന്ദിന്റെ സിസ്റ്റർ തന്നെയാണ്. മിലിന്ദിന്റെ സിസ്റ്റർ ഓക്കെ ഈ സിസ്റ്ററിന്റെ 2 ബ്രദേഴ്സിൽ യങ്ങർ ആയിട്ടുള്ള ആളാണ് തീർച്ചയായിട്ടും അവിടെ കളിക്കുന്നത്. അപ്പൊ കളിക്കുന്നത് ആരാണ്? 2 ബ്രദേഴ്സിൽ യങ്ങർ ആയിട്ടുള്ളത്. യങ്ങർ ബ്രദർ എന്ന് നമുക്ക് കൊടുക്കാം. യങ്ങർ ബ്രദർ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് ദ ബോയ് ഹു ഈസ് പ്ലേയിങ് റിലേറ്റഡ് ടു മിലിന്ദ്? മിലിന്ദിന്റെ ആരെന്നെയാണ്? മിലിന്ദിന്റെ ബ്രദറിനെയാണ്. അപ്പൊ ഈ ഒരു ഡോട്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരാണ്? മിലിന്ദിന്റെ സിസ്റ്റർ ആയിട്ടാണ് അവിടെ വരുന്നത്. അപ്പൊ അവരുടെ ബ്രദർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആരുടെ ബ്രദറും കൂടിയാണ്? മിലിന്ദിന്റെ ബ്രദറും കൂടിയാണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1 ബ്രദർ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമുക്ക് പോവാണ്. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡിസൈഡ് വിച്ച് ഓഫ് ദി അസംപ്ഷൻ ഈസ് ഇംപ്ലിസിറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്. ഇംപ്ലിസിറ്റ് എന്താ മീൻ ചെയ്യുന്നത്? ഫോളോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഒരു അസംപ്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇംപ്ലിസിറ്റ് എന്നുള്ള വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. എ ഫിസിക്സ് ടീച്ചർ ഇൻ ദ ക്ലാസ് അനൗൺസ്ഡ് ടു കീപ് എ കോപ്പി ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്സ് റിട്ടൺ ബൈ ഹാലിഡെ റെസ്നിക്. അപ്പോ ഫിസിക്സ് ടീച്ചർ ക്ലാസ്സിനോട് അനൗൺസ് ചെയ്യാണ് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ഹാലിഡെ റെസ്നിക് എഴുതിയിട്ടുള്ള ആ ഒരു ബുക്കിന്റെ കോപ്പി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. എവറി സ്റ്റുഡന്റ് ക്യാൻ അഫോർഡ് ടു ബൈ ദ ബുക്ക്. അവിടെ സ്റ്റുഡൻസിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ അഫോർഡബിലിറ്റിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു സൂചന അവിടെ നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അസംപ്ഷൻ എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ പറയുന്നത് ബുക്ക് ഈസ് വെൽ റിട്ടൺ ആണ്. ഇവിടെ അസംപ്ഷൻ ആണ്, കൺക്ലൂഷൻ അല്ല. ആ ഒരു ബുക്ക് റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ കോപ്പി കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫിസിക്സിന്റെ ബുക്ക് വെൽ റിട്ടൺ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം എന്ത് ചെയ്തത്? അത് റെഫർ ചെയ്യാൻ പറഞ്ഞത് അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ദാറ്റ് മീൻസ് ആ ഒരു കാര്യം എന്താണ്? ഇംപ്ലിസിറ്റ് ആണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഓൺലി അസംപ്ഷൻ 2 ഈസ് ഇംപ്ലിസിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അടുത്തൊരു സെഷനുമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.